അസ്സലാമു അലൈക്കും. ഇന്ന് ബട്ട് ബിക്കോസ് ഈ രണ്ട് കൺജങ്ഷൻ ഉപയോഗപ്പെടുത്തി നമുക്കെങ്ങനെ സെൻറ്റൻസ് നിർമ്മിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. കൺജങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ വിശാലമായി മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു. ഏതായാലും കൺജങ്ഷനെ ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെ ഉപയോഗപ്പെടുത്തി ലെങ്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പാർട്സ് ഓഫ് സ്പീച്ചാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളിലൂടെ ബട്ടിൻ്റെ അർത്ഥവും ബിക്കോസിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. അത് എങ്ങനെ സെൻറ്റൻസുകളിൽ ഉപയോഗപ്പെടുത്തണം എന്നും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിലേക്ക് കടക്കാം. ഐ ക്യാൻ സിങ് എ സോങ്, എനിക്കൊരു പാട്ട് പാടാൻ സാധിക്കും. ബട്ട് ഐ ക്യാൻ റൈറ്റ് എ സോങ്, പക്ഷേ എനിക്കൊരു പാട്ട് എഴുതാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ രണ്ട് ക്യാൻ ടെക്നിക്ക് ഉപയോഗപ്പെടുത്തി, മുമ്പ് പഠിച്ച ക്യാൻ ടെക്നിക്ക്. അതിൻ്റെ ഇടയിൽ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗപ്പെടുത്തി വളരെ ലെങ്തി ആക്കി സെൻറ്റൻസിന്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ബട്ട് എന്നാൽ പക്ഷേ, എനിക്കൊരു പാട്ട് പാടാൻ കഴിയും, പക്ഷേ എനിക്ക് ഒരു പാട്ട് എഴുതാൻ കഴിയില്ല. നെക്സ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ലേൺ അറബിക് ലാംഗ്വേജ്. ഞാൻ അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇറ്റ് ഇസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ഇതൊരു ആഗോള ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഇവിടെ നമ്മൾ ഈ വുഡ് ലൈക്ക് ടു അഥവാ ഇഷ്ടം ടെക്നിക്ക് ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് നമ്മൾ വലിയ ഈ സെൻറ്റൻസിനെ ബിക്കോസും ഇഷ്ടം ടെക്നിക്ക് ഉപയോഗപ്പെടുത്തി വളരെ ലെങ്തിയാക്കി. നെക്സ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ന്യൂ മൊബൈൽ ഫോൺ. പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഓൺലൈൻ ക്ലാസ്സസ് മേ സ്റ്റാർട്ട് വെരി സൂൺ. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങിയേക്കാം. ടെക്നിക്ക് ഉപയോഗപ്പെടുത്തി. ഐ ക്യാൻ ഡീൽ വിത്ത് ഈസ് പ്രോബ്ലം. അവൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാൻ കഴിയും, ക്യാൻ ടെക്നിക്ക്. ബട്ട് ഐ ക്യാൻ സോൾവ് മൈ പ്രോബ്ലം. എനിക്ക് എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കൂല. നമ്മൾ രണ്ട് ക്യാൻ ടെക്നിക്ക്, ഒരു ബട്ട് കൺജങ്ഷൻ ഉപയോഗപ്പെടുത്തി സെൻറ്റൻസ് ലെങ്തിയാക്കി. നമ്മൾ പറഞ്ഞു ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്ത് ഒട്ടിച്ച് വലിയ ലെങ്തിയാക്കണം. ഇവിടെ നമ്മൾ ഈ രണ്ട് സെൻറ്റൻസുകളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാം. നോക്കാം. നമ്മൾ ഫസ്റ്റത്തെ സെൻറ്റൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ക്യാൻ സിങ് എ സോങ്, എനിക്കൊരു പാട്ട് പാടാൻ കഴിയും. രണ്ടാമത്തെ എന്താണ്? ഐ കാണ്ട് റൈറ്റ് എ സോങ്, എനിക്കൊരു പാട്ട് എഴുതാൻ കഴിയില്ല. ഈ രണ്ട് സെൻറ്റൻസുകളാണ് ഉള്ളത്. അത് രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ ബട്ട് ഉപയോഗപ്പെടുത്തി, ബട്ട് എന്ന കൺജങ്ഷൻ ഉപയോഗപ്പെടുത്തി വളരെ ലെങ്തിയാക്കിയതാണ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഐ വുഡ് ലൈക്ക് ടു ലേൺ അറബിക്. എനിക്ക് അറബി ഭാഷ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ലേൺ അറബിക് ലാംഗ്വേജ്. ഇനി അടുത്തതോ, ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ഇങ്ങനെ രണ്ട് സെൻറ്റൻസുകളാണ്. അവകളെ കൂട്ടിയോജിപ്പിക്കുകയാണ്, കണക്ട് ചെയ്ത് വളരെ ലെങ്തിയാക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ബാക്കി എല്ലാ ഉദാഹരണങ്ങളും. നെക്സ്റ്റ് നമ്മൾ ബട്ടിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ലേൺ മാത്സ് ലെസൺസ്. മാത്സിൻ്റെ പാഠങ്ങൾ, കണക്ക് പാഠങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഐ വുഡിൻ്റ് ലൈക്ക് ടു ലേൺ ഹിസ്റ്ററീസ് ലെസൺ. ഹിസ്റ്ററി പാഠങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ രണ്ട് വുഡ് ലൈക്ക് ടു നമ്മൾ ഇഷ്ടം ടെക്നിക്കുകൾ ഉപയോഗപ്പെടുത്തി ബട്ട് എന്ന കൺജങ്ഷൻ ഉപയോഗപ്പെടുത്തി വളരെ ലെങ്തിയാക്കി മുമ്പ് സെൻറ്റൻസ്. നെക്സ്റ്റ്, ഹി മെ പോസ്റ്റ്പോൺ ഹിസ് ട്രാവൽ. അവൻ്റെ യാത്ര അവൻ നീട്ടിവെച്ചേക്കാം. ടു ജമ്മു കാശ്മീരിലേക്കുള്ള അവൻ്റെ യാത്ര അവൻ നീട്ടിവെച്ചേക്കാം. മേ ടെക്നിക്കാണ്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് J&K ടുഡേ. ഞാൻ ജമ്മു കാശ്മീർ എന്ന യാത്ര വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടല്ലേ? ഇവിടെ നമുക്ക് മേ ടെക്നിക്കും വുഡ് ലൈക്ക് ടു ടെക്നിക്കും ഉപയോഗപ്പെടുത്തി നമ്മൾ സെൻറ്റൻസ് നിർമ്മിച്ചു. അതിൻ്റെ ഇടയിൽ ബട്ട് എന്ന കൺജങ്ഷൻ കൂട്ടി വളരെ വിശാലമാക്കി. ഇനിയും ഉദാഹരണങ്ങൾ. ഐ ക്യാൻ ലേൺ ഇംഗ്ലീഷ് ബട്ട് ഐ വുഡിൻ്റ് ലൈക്ക് ടു ലേൺ ഇറ്റ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയായൊന്നുമില്ല. ബട്ട് ഐ വുഡിൻ്റ് ലൈക്ക് ടു ലേൺ ഇറ്റ്. ഞാൻ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാൻ ടെക്നിക്കും ഇഷ്ടം ടെക്നിക്കും ഉപയോഗപ്പെടുത്തി. ഇവിടെ നോട്ട് ചെയ്യണം, ഈ ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ബട്ടിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മൾ കോമ ഇടുന്നത്. ശേഷം നമ്മൾ പറയും, പോയിന്റ് പറയും. അപ്പോൾ ഇപ്പം തന്നെ അത് നോട്ട് ചെയ്ത് വെക്കാം. ബട്ട് ഉപയോഗിക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദേ ക്യാൻ റൈറ്റ് ഓൾ ഹോംവർക്ക്. അവർക്ക് എല്ലാ ഹോംവർക്ക് എഴുതാൻ അവർക്ക് കഴിയും. ബട്ട് ദേ കനോട്ട് ലേൺ ദാറ്റ് ലെസൺസ്. ആ പാഠങ്ങളൊന്നും അവർക്ക് പഠിക്കാൻ സാധിക്കൂല. ഇവിടെ ഉണ്ടല്ലേ, ബട്ടിൻ്റെ തൊട്ട് മുമ്പാണ് കോമിട്ടത്. ഐ മേ ഗോ എബ്രോഡ്. ഞാൻ വിദേശത്തേക്ക് പോയേക്കാം. ബട്ട് ഐ വുഡിൻ്റ് ലൈക്ക് ടു ഗോ എബ്രോഡ്. പക്ഷെ വിദേശത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിധിയിൽ ഞാൻ അവിടെ എത്തിയേക്കാം. ഉണ്ടല്ലേ, ബട്ടിൻ്റെ തൊട്ട് മുമ്പാണ് കോമ. നെക്സ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ചപ്പാത്തി ബട്ട് ഐ വുഡിൻ്റ് ലൈക്ക് ടു ഈറ്റ് പൊറോട്ട. ഞാൻ ചപ്പാത്തി തിന്നാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ പൊറോട്ട തിന്നാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ടിൻ്റെ തൊട്ട് മുമ്പ്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ബട്ട് ഒരിക്കലും ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പാടില്ല. അതൊക്കെ പോയിന്റുകൾ ശേഷം പറയും. എന്നാലും നമ്മൾ ഉദാഹരണങ്ങൾ കാണുമ്പോൾ കൂടുതൽ വ്യക്തമാവുമല്ലോ. ബട്ട് എപ്പോഴും മിഡിലിൽ, മധ്യത്തിൽ മാത്രം വരാൻ പാടുള്ളൂ. ബട്ടിൻ്റെ തൊട്ട് മുമ്പ് കോമ അവിടെ ഇട്ട് കൊടുത്തോണം. നെക്സ്റ്റ്, ബിക്കോസിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഷീ ക്യാൻ ലേൺ എനി ലാംഗ്വേജ് ബിക്കോസ് ഷീ ഈസ് ഇൻ്റലിജൻറ്റ്. അവൾക്ക് ഏത് ഭാഷയും പഠിക്കാൻ കഴിയും. കാരണം എന്താ? അവൾ വളരെ ബ്രില്യൻ്റാണ്, ഇൻ്റലിജൻ്റാണ്, ബുദ്ധിശക്തിയുള്ളവളാണ്. ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ദിസ് ബിരിയാണി ബിക്കോസ് ഐ ഹാവ് ഹംഗ്രി. ഞാൻ ഈ ബിരിയാണി തിന്നാൻ ആഗ്രഹിക്കുന്നു, കാരണം എനിക്ക് വിശപ്പുണ്ട്. നോക്കാം നെക്സ്റ്റ് ഉദാഹരണം. ബിക്കോസ്
ആഫ്രിക്ക ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ അല്ലേ ഈ ഒരു ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ ശേഷം കോമ കൊടുത്തു. ആഫ്രിക്ക ഒരു വളരെ മനോഹരമായ സ്ഥലമായത് കാരണത്താൽ ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ, ഞാൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ ബിക്കോസ് നമ്മൾ ആദ്യം പറഞ്ഞത് ഷീ ക്യാൻ ലേൺ എനി ലാംഗ്വേജ് ശേഷമാണ് ബിക്കോസ് ഉപയോഗപ്പെടുത്തുക, അത് നടുവിലാണെന്ന്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബിക്കോസ് തുടക്കത്തിൽ. ബിക്കോസിന് രണ്ടു ഇൻ ഓർഡർ ടു നമ്മൾ മുമ്പ് കൺജങ്ഷൻ പറഞ്ഞതുപോലെ ഈ ബിക്കോസിന് രണ്ട് രീതി തുടക്കത്തിൽ ഉപയോഗപ്പെടുത്താം, മധ്യത്തിൽ ഉപയോഗപ്പെടുത്താം, രണ്ട് രീതിയിലും ബിക്കോസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നോട്ട് ചെയ്യണം. പക്ഷേ ബിക്കോസ് ഉണ്ടല്ലോ, ബിക്കോസ് തുടക്കത്തിൽ വന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസ് ആ ഒരു ക്ലോസ് കഴിഞ്ഞ ശേഷം നമ്മൾ കോമ കൊടുത്തു. എന്നാലോ ബിക്കോസ് മധ്യത്തിൽ വരുമ്പോൾ ഒരു കോമയും ഇല്ല. നോട്ട് ചെയ്യണം. ബിക്കോസ് യു ആർ എക്സ്പേർട്ട്, നിങ്ങളൊരു എക്സ്പേർട്ട് ആയത് കാരണത്താൽ ഐ വുഡ് ലൈക്ക് ടു നോ യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്, ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോയിന്റ് റിമെമ്പർ, നമ്മൾ വിഷയത്തിലേക്ക് ലാസ്റ്റ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കണം. യൂസേജ്, ഈ എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്, ബട്ടിന് എങ്ങനെ യൂസേജ് ചെയ്യണം, അതുപോലെ തന്നെ ബിക്കോസ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം. ബട്ട് ഈസ് യൂസ് ടു കണക്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്, രണ്ട് പരസ്പരം വൈരുദ്ധ്യമായ ഐഡിയകളെ, ആശയങ്ങളെ കണക്ട് ചെയ്യാനാണ് ബട്ടിനെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഉദാഹരണങ്ങളിലൊക്കെ പറഞ്ഞത്. ആദ്യം പറഞ്ഞ് ഞാൻ അങ്ങാടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞാൻ മാർക്കറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ അങ്ങാടി, ഇങ്ങനെ രണ്ട് വിരുദ്ധമായ ആശയങ്ങളെയാണ് ഈ ബട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഈസ് യൂസ് ടു ഷോ ദ റീസൺ, ബിക്കോസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, കാരണം കാണിക്കാനാണ് ബിക്കോസിനെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൊസിഷൻസ് എവിടെയൊക്കെ ബട്ട് ഉപയോഗിക്കാം, എവിടെയൊക്കെ ബിക്കോസ് ഉപയോഗിക്കാം. ബട്ട് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ ദ മിഡിൽ ഓഫ് ദ സെൻറ്റൻസ്, സെൻറ്റൻസിൻ്റെ നടുവിൽ മാത്രമാണ് ആരുപയോഗപ്പെടുത്തുന്ന ബട്ടിന് ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ഈസ് യൂസ്ഡ് ഇൻ ദ മിഡിൽ ആൻഡ് ബിഗിനിങ് ആൾസോ, തുടക്കത്തിലും മധ്യത്തിലും ഒക്കെ ബിക്കോസിനെ ഉപയോഗിക്കാം. ലാസ്റ്റ് പോയിന്റ് കോമ. ഇഫ് ബിക്കോസ് അപ്പിയേഴ്സ് ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ ബിക്കോസ് വരികയാണെങ്കിൽ ആഡ് കോമ ഇടണം ആഫ്റ്റർ ദ ഫസ്റ്റ് ക്ലോസ്, ആദ്യ സെൻറ്റൻസിന് ശേഷം. നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. അൺലെസ് ഡോണ്ട്, അങ്ങനെ അല്ലെങ്കിലോ ഡോണ്ട് യൂസ്, കോമൺ ഉപയോഗിക്കാൻ തന്നെ പാടില്ല. അതായത് നടുവിലാണ് ബിക്കോസ് വരുന്നെങ്കിൽ പിന്നെ അവിടെ കോമ കൊടുക്കാനേ പാടില്ല. യൂസ് കോമ ബിഫോർ ബട്ട്, ബട്ടിൻ്റെ തൊട്ട് മുമ്പിലാണ് എന്താക്കേണ്ടത്, കോമയെ ഇടേണ്ടത്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ, ഈ പങ്ക്ച്വേഷൻ റൂൾസ്, അതായത് കോമ, അവകളും അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് വളരെ ലെങ്തിയായ സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഭാഷ വളരെ ഉഷാറാക്കി നമുക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലേക്കും സ്പീക്ക് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ ഈ ഇങ്ങനത്തെ കൺജങ്ഷനുകൾ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അസ്സലാമു അലൈക്കും.